ഇറാൻ ഇസ്രായേൽ സംഘർഷം മൂർച്ഛിച്ചതോടെ ഒട്ടുമിക്ക പ്രധാന വിമാന കമ്പനികളും അവരുടെ യുകെയിൽ നിന്നുള്ള ദുബായ് സർവീസുകൾ റദ്ദാക്കി. ഇസ്രായേൽ ലബനനിൽ കരയാക്രമണം തുടങ്ങിയെന്നും ഇറാൻ ഇസ്രായേലിന് നേരെ മിസൈൽ തൊടുത്തുവിട്ടു എന്നുമുള്ള വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ഈ തീരുമാനം. UAE എയർലൈൻസ്, എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ് എന്നിവർ ദുബായിൽ നിന്നും UK, ഒമാൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കും ഇറാഖ്, ഇറാൻ, ജോർദാൻ എന്നിവിടങ്ങളിലേക്കുമുള്ള വിമാനങ്ങൾ റദ്ദാക്കി. ഇന്നും നാളെയുമായി, അതായത് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി ഇറാഖ്, ഇറാൻ, ജോർദാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളതും ആ രാജ്യങ്ങളിലേക്കുള്ളതുമായ എല്ലാ സർവീസുകളും റദ്ദാക്കിയതായി ഇന്നലെ എമിറേറ്റ്സ് അറിയിച്ചു. ദുബായ് വഴി ഇറാഖ്, ഇറാൻ, ജോർദാൻ എന്നിവിടങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാരെ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അവരുടെ യാത്ര തുടങ്ങുന്ന ഇടങ്ങളിൽ തന്നെ മടക്കി അയക്കുമെന്ന് എമിറേറ്റ്സ് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച, ബുധൻ ദിവസങ്ങളിലായി യൂറോപ്പിൽ നിന്നും ഗൾഫ് നാടുകളിലേക്ക് പോയ വിമാനങ്ങൾക്കും ഏറെ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നതായി ദി ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്യുന്നു. മധ്യപൂർവ്വ ദേശത്തേക്ക് സർവീസ് നടത്തുന്ന പ്രമുഖ വിമാന കമ്പനികളായ എമിറേറ്റ്സിനും ഖത്തർ എയർവേസിനും വിമാനം വഴിതിരിച്ചുവിടേണ്ടതായി വന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ദുബായിലേക്കുള്ള യാത്രയ്ക്കെതിരെ അപകട മുന്നറിയിപ്പൊന്നും നൽകാത്ത UK ഫോറിൻ ഓഫീസ് പക്ഷേ ബ്രിട്ടീഷ് പൗരന്മാരോട് ജാഗരൂകരായി ഇരിക്കാൻ ആവശ്യപ്പെട്ടു. അതുപോലെ ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളെത്തുന്ന പല പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും തീവ്രവാദി ആക്രമണത്തിന് സാധ്യതയുള്ളതായും ബ്രിട്ടീഷ് സർക്കാർ ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കുകൾ, ബീച്ചുകൾ, ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ഷോപ്പിംഗ് സെന്ററുകൾ എന്നിവിടങ്ങളിലൊക്കെ ആക്രമണം പ്രതീക്ഷിക്കാം. തടസ്സങ്ങളുണ്ടെങ്കിലും ദുബായിൽ നിന്നും UAE തലസ്ഥാനമായ അബുദാബിയിലേക്കുള്ള വിമാന സർവീസുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഒരു വിമാനത്തിൽ നിന്നെടുത്ത ഇസ്രായേലിനെതിരെ ഇറാൻ തൊടുത്തുവിട്ട മിസൈൽ കൂട്ടങ്ങൾ ചൊവ്വാഴ്ച രാത്രിയുടെ ആകാശത്തുകൂടി പറക്കുന്ന ഞെട്ടിക്കുന്ന ദൃശ്യം പുറത്തുവന്നത്. മിസൈൽ തൊടുത്തുവിടുന്ന വീഡിയോ ദൃശ്യം ദുബായിലേക്ക് പോവുകയായിരുന്ന ഒരു വിമാനത്തിൽ നിന്നെടുത്തതാണെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. മിസൈലുകൾ വിമാനത്തെ സ്പർശിച്ചില്ലെങ്കിലും വളരെ അടുത്തുകൂടിയാണ് പോയത് എന്ന വസ്തുത ഈ മേഖലയിലൂടെയുള്ള വിമാനയാത്രയുടെ അപകട സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. എല്ലാ അർത്ഥത്തിലും യുദ്ധമൂഡിലാണ് ഇസ്രായേൽ. ലബനനിൽ ഹിസ്ബുള്ളക്കെതിരെ കരയുദ്ധം തുടരുന്നു. ഗസയിൽ ഹമാസ് ഭീകരരെയും വകവരുത്തുന്നു. ഇറാനും മറുപടി നൽകണമെന്ന തീരുമാനത്തിലാണ് ഇസ്രായേൽ. എന്നാൽ അമേരിക്കയുടെ സമ്മർദ്ദം ഇതിന് വിലങ്ങുതടിയാകുന്നു. ഏതായാലും പശ്ചിമേഷ്യൻ രാജ്യങ്ങളായ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള തുറന്ന യുദ്ധം അനിവാര്യതയാണെന്നാണ് വിലയിരുത്തൽ. അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ എന്ന് ആർക്കും അറിയില്ല. ആദ്യം സൈബർ ആക്രമണം, പിന്നാലെ വ്യോമാക്രമണം, കടലിൽ നിന്നും കരയിൽ നിന്നും മിസൈൽ അയക്കും, അതിനുശേഷം എണ്ണപ്പാടങ്ങൾ കത്തിക്കും. ഇങ്ങനെയാണ് ഇറാനിലെ ആക്രമണത്തിന് ഇസ്രായേൽ പദ്ധതി തയ്യാറാക്കിയത്. ഇതിനിടെ തിരിച്ചടിച്ച് ഇറാൻ പ്രകോപിച്ചാൽ അണ്വായുധ ശേഖരത്തിനുമേൽ ബോംബ് ആക്രമണം ഇസ്രായേൽ പദ്ധതികളിലുണ്ട്. ഇറാനെ തകർക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. എന്നാൽ അമേരിക്കയുടെ സമ്മർദ്ദം മൂലം തിരിച്ചടി വൈകിപ്പിക്കുകയാണ്. പക്ഷെ അധിക സമയം ഇസ്രായേൽ കാത്തിരിക്കില്ല. മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന ആശങ്കയും സജീവമാണ്.